ട്രംപ് ഇന്ത്യക്ക് മേൽ വിരട്ടലും വിലപേശലുമായി മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ വളരെ ധൃതി പിടിച്ച ചില നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി 2 ദിവസത്തെ സന്ദർശനത്തിനായി ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാസിഫുൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. 2 ദിവസത്തെ സന്ദർശനമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയിരുന്നു. ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു ഫ്രീ ട്രേഡിംഗ് കരാർ ഇന്ത്യയുമായി എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്ന് കരുതുന്നു. അതിനുള്ള ചർച്ചകൾ അവസാന വട്ടത്തിലാണെന്ന് കൂടി ജർമ്മൻ മന്ത്രി പറയുകയും ചെയ്തു. വിശ്വാസ്യതയും സൗഹൃദവും വിലമതിക്കാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായി ഇങ്ങനെ ഒരു കരാറിലേക്ക് മുൻപോട്ട് പോകുന്നത്. നമ്മൾ കണ്ടതാണ് UK ഇത്തരത്തിലൊരു കരാർ ഇന്ത്യയുമായി ഒപ്പിട്ടിരുന്നു. നിലവിൽ ഉള്ള സാങ്കേതികവിദ്യ, വ്യാപാരം, നവീകരണം, സുസ്ഥിരത ഇവയിലൊക്കെ കൂടുതൽ സഹകരണം നടത്തുന്നതാണ്. ബഹുധ്രുവ ലോകമാണ് ഇപ്പോൾ ഉള്ളത്. ആ ബഹുധ്രുവ ലോകത്തിൽ ഇന്ത്യക്ക് ഒരു പരമമായ സ്ഥാനമുണ്ട്. ഇന്ത്യ ഇല്ലാതെ ഇനി ഒരു ലോകക്രമം മുൻപോട്ട് പോകില്ല എന്ന് ജർമ്മനി കരുതുന്നുവെന്ന്. ഇതിന് തൊട്ടു പിന്നാലെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ലോക വ്യാപാര കരാർ, അതായത് ഒരു ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പുവെക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ വർഷം അവസാനം അത് ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ട് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായി വ്യാപാരവും മറ്റും നടത്താനുള്ള ഒരുക്കങ്ങൾ, അതായത് അമേരിക്ക പോയ ഗ്യാപ്പിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അവ എത്തുന്നു, കൂടുതൽ കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്.